ഓരോ ഭാഗത്തേക്ക് മാറി നിൽക്കാനുള്ള ഓർഡർ വരുമ്പോ മലക്കുകൾ വന്ന് മാറ്റി നിർത്തുകയാണ്. സൊഫ് സൊഫായി നിൽക്കുന്ന ഘട്ടത്തിൽ ഓരോ സൊഫിലേക്കും ആളുകളെ കിതാബ് കൊടുക്കപ്പെടുന്നതിന്റെ മുമ്പായി മാറ്റി നിർത്തപ്പെട്ട് വിവിധ സ്ഥലങ്ങളിലായി രൂപപ്പെടുത്തപ്പെടുകയാണ്. ചിലര് അർശിന്റെ നേരെ മുൻഭാഗത്താണ്, ചിലര് അർശിന്റെ വലതുഭാഗത്താണ്, ചിലര് അർശിന്റെ ഇടതുഭാഗത്താണ്. കൂടുതൽ സ്വപ്പ് കെട്ടി നിൽക്കുന്നത് ഈ ഉമ്മത്തിലെ ആളുകളാണെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹ്ശറിൽ മൊത്തം 120 സ്വഫാണെങ്കിൽ വ്യത്യസ്ത റിപ്പോർട്ടുകൾ കാണാം ഹദീസിൽ. അതിൽ 80 സ്വഫും എന്റെ ഉമ്മത്താണെന്ന് സ്വതക്ക റസൂലുള്ളാഹി. ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ മൊത്തം എല്ലാരും പെട്ടു, മുസ്ലിങ്ങൾ മാത്രമല്ല എല്ലാരും പെട്ടു. പക്ഷെ ആ 130-120 സ്വഫുണ്ടെങ്കിൽ ആകെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് ഒറ്റ സ്വഫ് മാത്രമേ ഉള്ളൂ, സയ്യിദുനാ റസൂലുള്ളാഹി. സ്വർഗത്തിലേക്കാണ് പോകാൻ നല്ല എളുപ്പമാണെന്ന് കരുതി കുത്തിർക്കണ്ട. ആദം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല വിളിച്ചിട്ട് ഒരു പ്രഖ്യാപനം നടത്തുന്ന ഒരു പ്രഖ്യാപനത്തെ പറ്റി ഹദീസിൽ പറയുന്നു. അപ്പോഴാണ് മഹ്ശറിൽ വെച്ച് ചെറിയ കുട്ടികൾ പോലും, ചെറിയ കുട്ടികൾ 4-5 വയസ്സായ കുട്ടികളൊക്കെ നരബാധിച്ചു പോകുന്ന രംഗമുണ്ട് മഹ്ശറിൽ വെച്ച്. സ്വഹാബത്ത് ആ ഒരു ഹദീസ് കേട്ടിട്ട് രാത്രി മുഴുവനും കലങ്ങിയ കണ്ണുമായി നിന്നിട്ടുണ്ട്, ഉറക്കം വരാതെ. ആദം നബി അലൈഹി ഇസ്ലാമിനെ വിളിച്ചിട്ട് അള്ളാഹു പറയും, നിങ്ങളെ മുതുകിൽ നിന്ന് നരകത്തിലേക്കുള്ള ആളുകളെയും സ്വർഗത്തിലേക്കുള്ള ആളുകളെയും ഒന്ന് മാറ്റി വെക്കണം, മാറ്റി നിർത്തണം. ആ സമയത്ത് ആദം അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കും, അല്ലാഹുവേ എത്രയാണ് കണക്ക്? മിൻ കുല്ലി അൽഫിൻ 99 ഇലന്നാർ. ഓരോ 1000-ൽ നിന്നും 999 നരകത്തിലേക്ക് മാറ്റി നിർത്തൂ. ഒരാള് സ്വർഗത്തിലേക്ക് മാറ്റി നിർത്തൂ. 1000 പേര് നരകത്തിലേക്ക് പോകുമ്പോ സ്വർഗത്തിൽ പോകുന്നതൊരു മെമ്പറാണ്. 10,000 പേര് നരകത്തിൽ പോകുമ്പോ സ്വർഗത്തിലേക്ക് പോകുന്നത് 10 എണ്ണമാണ്. 1,00,000 ആള് നരകത്തിലേക്ക് പോകുമ്പോ സ്വർഗത്തിലെത്തുന്നത് 100 എണ്ണമാണ്. സ്വർഗത്തിലേക്ക് പോകുന്നതിന്റെ കുറവും നരകത്തിലേക്ക് പോകുന്നതിന്റെ ആധിക്യവും ഒന്ന് ആലോചിക്കണേ. സ്വഹാബത്ത് മുഴുവനും പേടിച്ചു പോയ ഹദീസാണ്. അവരൊക്കെ മുത്തുനബി തങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, അയ്യുനാ ദാലിക്കൽ വാഹിദു യാ റസൂലല്ലാഹ്, ഞങ്ങളിൽ ആ ഒരാള് ആരാണ് നബിയേ? 1000-ൽ നിന്നൊരാള്, പിന്നെ 1000-ൽ നിന്നൊരാള്, പിന്നെ 1000-ൽ നിന്നൊരാള് എന്ന് പറഞ്ഞില്ലേ? ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരാണ് നബിയേ? പക്ഷേ സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സ്വർഗത്തിലെ ഭൂരിപക്ഷത്തിന്റെ നല്ലൊരു ശതമാനം ആളുകളും നിങ്ങളാണെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവർക്കതൊരു പ്രതീക്ഷയുള്ള വാക്കുകളാണ്. സാധുക്കളായ നമ്മളോ അല്ലാഹുവിനോട് ചോദിക്കുക, അവന്റെ മഹ്ലായ ഫദ്ൽ കൊണ്ട് റഹ്മത്ത് കൊണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശനം കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ട് കഴിഞ്ഞു. നരകത്തിൽ നിന്ന് കാവല് ചോദിക്കുക, അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. സംഘങ്ങളായിട്ട് നല്ലവരെയും ചീത്തവരെയും മാറ്റി നിർത്തിയിട്ട് അല്ലാഹുവിന്റെ ഒരു ചോദ്യമുണ്ട്, അലം അഹദ് ഇലൈക്കും യാ ബനി ആദമ അല്ലാ തഅബുദു ശൈത്വാൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ. അല്ലാ അലം അഹദ് ഇലൈക്കും, നിങ്ങളോട് ഞാൻ നേരത്തെ അറിയിച്ചിട്ടില്ലയോ? ഞാൻ നേരത്തെ നിങ്ങളോട് മുന്നറിയിപ്പ് നൽകിയിട്ടില്ലയോ? നിങ്ങളോട് ഞാൻ കരാർ ചെയ്തിട്ടില്ലയോ? യാ ബനി ആദമ, ആദം സന്തതികളെ, മനുഷ്യരെ, അല്ലാ തഅബുദു ശൈത്വാൻ, നിങ്ങൾ പിശാചിനെ ആരാധിക്കരുത്, നിങ്ങൾ പിശാചിനെ വണങ്ങരുത്. പിശാചിന്റെ കൽപ്പനകൾ അംഗീകരിച്ചുകൊണ്ട് അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കരുത് എന്ന് അർത്ഥം. അങ്ങനെ നിങ്ങളോട് ശൈത്താന് വഴിപ്പെടരുത് എന്ന് പറഞ്ഞിട്ടില്ലേ? ഇന്നഹു ലക്കും അദു